സോളോ ട്രിപ്പ് ജീവിതത്തിലെ എൻ്റെ രണ്ടാമത്തെ സോളോ ട്രിപ്പാണ്. ഒരു 1 to 2 ഡേ ട്രിപ്പെന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. പണ്ട് ചെറുപ്പത്തിൽ ഞാൻ കോളേജിലും അല്ലെങ്കിൽ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് എപ്പോഴും എൻ്റെ ചേട്ടനോ അല്ലെങ്കിൽ ഡ്രൈവറെയൊക്കെ അറേഞ്ച് ചെയ്യും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകാനായിട്ട്. തൊട്ടടുത്തുള്ള കടയിൽ പോലും പോകാനായിട്ട് വിടില്ലായിരുന്നു. അതെന്ന് വെച്ചാൽ സ്നേഹം കൂടുതൽ കാരണമായിരുന്നു കേട്ടോ. എന്ന് വെച്ചാൽ വല്ല അപകടം പറ്റുമോ, കാരണം വണ്ടിയൊക്കെ പോകുന്ന റോഡാണ്, വീടിൻ്റെ ഫ്രണ്ടിൽ ഭയങ്കര തിരക്കുള്ളൊരു റോഡാണ്. അപ്പോൾ അത് കാരണം അച്ഛന് ഭയങ്കര കൺസേൺഡ് ആയിരുന്നു എന്തെങ്കിലും അപകടം പറ്റുമോ. അതുകൊണ്ട് തന്നെ എനിക്ക് ഒറ്റയ്ക്കൊരു മുറി കിടക്കാനോ, ഞാൻ ഭയങ്കര ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ളൊരു പേഴ്സൺ ആയിരുന്നു. അങ്ങനെ ഒറ്റയ്ക്കൊരു മുറി കിടക്കാനൊക്കെ പേടിയുള്ള ഒരാളായിരുന്നു. കോളേജിലാണെങ്കിൽ റൂംമേറ്റ്സ് ഉണ്ടായിരുന്നു. ചേച്ചി ഉള്ളതുകൊണ്ട് ചേച്ചിയുടെ ഒപ്പമാണ് ഞാൻ കിടന്നുറങ്ങിയിരുന്നത്, അല്ലെങ്കിൽ അമ്മയുടെ ഒപ്പം കിടന്നുറങ്ങും. ഒറ്റയ്ക്കൊന്നും കിടക്കുകയില്ലായിരുന്നു. അങ്ങനെയുള്ള ഞാൻ ഇപ്പോൾ ജർമ്മനി വന്നിട്ട് ഇതെൻ്റെ രണ്ടാമത്തെ സോളോ ട്രിപ്പാണ്. അപ്പോൾ ഇത് ഏകദേശം പ്രതിമണ്ഡപം നിങ്ങൾക്ക് മനസ്സിലാവില്ല എവിടേക്കാണ് ഈ സോളോ ട്രിപ്പ് എന്ന്. അതെ, കോബ്ലൻസിലോട്ട് തന്നെയായിരുന്നു സോളോ ട്രിപ്പ്. ആദ്യം ഞാൻ സോളോ ട്രിപ്പ് പോയിട്ട് അവിടെ ഇഷ്ടപ്പെട്ടുകൊണ്ടാണ് പിന്നെ ഫാമിലിയായിട്ട് പോയത് കേട്ടോ. എന്നെപ്പോലെ അനുഭവമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ. നിങ്ങളുടെ എക്സ്പീരിയൻസും പറ്റുകയാണെങ്കിൽ ഷെയർ ചെയ്യാം. അപ്പോൾ റിലേറ്റ് ചെയ്യാൻ പറ്റുമല്ലോ. അപ്പോൾ എന്തായാലും നമുക്ക് നാളെ കാണാം. ബൈ.